ബാബുവിന്റെ മത്സ്യക്കുളത്തിന്റെ നടുവിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ? ഇതെന്തുമാത്രം ഉണ്ട് ഈ കുളം? 5 സെന്റ് ഉണ്ട് സാർ. എന്തൊക്കെ മത്സ്യങ്ങളാണ് വളർത്തുന്നത്? എരിമീനാണ് കൃഷി രീതിയിൽ വളർത്തുന്നത്. പിന്നെ ഗപ്പി മത്സ്യങ്ങളെ ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ മത്സ്യം, കൊതുകിന്റെ കൂത്താടുകളെ തിന്നുന്ന മത്സ്യങ്ങൾ. എന്താണ് ഗപ്പിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? അത് ഈ കൊതുക് മുട്ടയിട്ട് കൂത്താടുകൾ പെരുകുന്ന ഒരു സാഹചര്യം എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അതാവുന്നത്ര കുറയ്ക്കുക എന്നുള്ളതാണ്. അതിവിടെ ബയോഗ്യാസ് ടാങ്കിൻ്റെ സൈഡിൽ, മണല കമ്പോസ്റ്റ് ടാങ്കിൻ്റെ വാട്ടർ ബെൽറ്റിൽ, എല്ലാ സ്ഥലങ്ങളിലും ഞാനിട്ടില്ല. അപ്പുറത്തെ കുളത്തിൽ പെരുകല്ലേ? ഇത് അധികമാകുമ്പോൾ ഇത് വിൽക്കുമോ? ഇത് ആവശ്യക്കാർ വേണമെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ടോ? അതിലിപ്പോൾ ആരോഗ്യ വകുപ്പിലായിരുന്നല്ലോ ജോലി. അതുകൊണ്ട് ഈ കൊതുക് നിവാരണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ ഇത്? അതെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഇത് പ്രചരിപ്പിക്കാൻ കഴിയും. എല്ലാ ജലാശയങ്ങളും വലിയൊരു വലിയൊരു വിഷയമാണല്ലോ എല്ലായിടത്തും. അപ്പൊ നമുക്ക് ഇതിന്റെ വളർത്തൽ ഇപ്പൊ താൽക്കാലിക കുളങ്ങളൊക്കെ ഇപ്പോൾ താങ്കളെപ്പോലൊരു സംയോജിത കർഷകൻ്റെ കൃഷിയിടത്തിലെ വിജയം എന്ന് പറയുന്നത് ഈ തെങ്ങിലും കവുങ്ങിലും കൂടി അത് ദൃശ്യമാണ്. അപ്പോൾ എന്തുമാത്രം തെങ്ങുണ്ട്? എല്ലാ തെങ്ങിലും നല്ല ആദായമായിട്ടാണ് കാണുന്നത്. എത്രമാത്രം തെങ്ങുകളാണ്? 30 തെങ്ങിൽ താഴെ ഉണ്ട് ഇപ്പോൾ. നല്ല തെങ്ങുകൾ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഉള്ള തെങ്ങിലെല്ലാം നല്ല തേങ്ങയാണ്. ഒരു വർഷം എത്ര തേങ്ങ കിട്ടും? ഒരു 2000 തെങ്ങോളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? തെങ്ങ് കൃഷിക്ക് തേങ്ങയ്ക്ക് ഒരു വിലയൊക്കെ ഉള്ളതാണ്. ചിരി തേങ്ങയ്ക്ക് എത്ര രൂപ കിട്ടും? 15 രൂപയൊക്കെ വിലയുണ്ട് ഒരു തേങ്ങയ്ക്ക്. മുമ്പ് 4 രൂപയായിരുന്നു. അതെ. അപ്പൊ അത് തെങ്ങ് ഇപ്പൊ നമ്മുടെ ഈ കൃഷി തുടർന്നതിന് ശേഷം നല്ല വിളവിലൊക്കെ നല്ല വർധനമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തെങ്ങ് കൃഷിക്കാര് ഇനി വളം ചെയ്ത് സംരക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ കണ്ടത് നമ്മുടെ പ്രദേശത്ത് പൊതുവെ ഇപ്പൊ കുറഞ്ഞു വരുന്നതാണ് ഈ കവുങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കവുങ്ങും എന്തുമാത്രം കവുങ്ങുണ്ട് ഈ 72 സെന്റ് സ്ഥലത്ത്? ഒരു 70ഓളം കവുങ്ങ് നിപ്പുണ്ട്. അത് കുറെ പുതിയ ഇനം കവുങ്ങുകളെല്ലാം ഞാൻ കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നതാണ്. കാസർഗോഡ് ഇനമാണ്. അതിന്റെ ആദായമൊക്കെ നമ്മൾ ഓരോ വർഷവും കണക്കാക്കാറുണ്ട്. എടുക്കുന്നുണ്ട്. വിൽക്കാനൊക്കെ പ്രയാസങ്ങളൊന്നും ഇല്ല. രാജേന്ദ്രബാബുവിൻ്റെ കൃഷിയിടമൊക്കെ ഞങ്ങൾ കണ്ടു. നല്ല ഒന്നാം തരം ഒരു സമ്മിശ്ര കൃഷിത്തോട്ടം. കൈരളി ടിവിയുടെ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്ന കുടുംബാംഗങ്ങളെ ഒന്നും പരിചയപ്പെട്ടില്ലെങ്കിലും അതൊരു വീഴ്ചയെ ഒന്നും പരിചയപ്പെടുത്താം. ഇത് മോളാണ്. മോളെന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കും. 9ാം ക്ലാസ്. എവിടെ പഠിക്കാൻ മോളെ? ഞാൻ കേന്ദ്ര വിദ്യാലയം. എൻ്റെ പേരെന്താ? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ഇന്ന് ഒഴിവല്ലേ? ഇന്ന് ബിലാഡിഷൻ. ഇത് സഹോദരിയാണ്. ഉഷ അല്ലേ? ഞങ്ങളുടെ ഒരു സഹായിയാണ്. 3 വർഷമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇതിൽ എല്ലാ കാര്യങ്ങളിലും ഒരു വിധത്തിൽ ക്യാമറയുടെ മുമ്പിൽ വരാതെ ഒളിച്ചു നടക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്നതിന് ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൃഷി സംബന്ധമായ സംശയങ്ങളും ദയവായി ഞങ്ങൾ എഴുതിയറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.